ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കോലം കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത് കേട്ടാ. ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കും എന്നും പറഞ്ഞ് ആരും പേടിക്കരുത്. പിന്നെ രാവിലെ എണീക്കാൻ എനിക്ക് വലിയ പാടാണ്. എനിക്ക് ഉറക്കം ഒരു 10 മണി വരെയെങ്കിലും ഉറങ്ങുന്നൊരു ശീലമുള്ള ഒരാളാണ്. പക്ഷേ എന്തായാലും മോക്ക് സ്കൂളിൽ നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ട് നേരത്തെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ തലേ ദിവസമേ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചത് കൊണ്ട് നമുക്ക് 1 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ട് തലയൊക്കെ ചൊറിഞ്ഞ് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു പൊളിച്ച ചിരിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അടുക്കളയിലോട്ട്. കണ്ണ് തിരുമ്മിയിട്ട് ഉറക്കമൊന്നും തീർന്നില്ല. പിന്നെ എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അടുക്കളയിൽ പാചകം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്ടം തോന്നി ഉണ്ടാക്കുമെന്നല്ലാതെ എനിക്ക് പാചകത്തോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതെൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പണിയിലോട്ട് തുടങ്ങട്ടെ. അപ്പോൾ എൻ്റെ തലമുടി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ട് ആരും ചിരിക്കരുത് കേട്ടാ. അത് സാധാരണ ഞാൻ രാത്രി എന്നും മുടി ഇങ്ങനെ കെട്ടി വെച്ചാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ മുടിയെല്ലാം കൂടെ കുരുങ്ങി ഡാമേജ് ആവും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചാണ് ഞാൻ എന്നും ഉറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ രാവിലെ ആയാലും ഇനി കുളിക്കുന്ന സമയത്ത് മാത്രമേ ഈ മുടി ആവുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ മുടി കെട്ടിയിരിക്കുന്ന മുടി ഒന്നും ഫുഡിൽ വീഴത്തില്ലല്ലോ. രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ മീനൂട്ടി എണീക്കാറുണ്ട്. അപ്പോൾ അവൾക്കുള്ള ജോലി ഞാൻ കുറച്ച് കൊടുക്കാറുണ്ട്. അവൾക്കുള്ള ജോലി എന്ന് പറയുന്നത് കുറച്ച് പാത്രം കഴുകാം, തേങ്ങ തിരുവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി കഴുകി വയ്ക്കാൻ പറഞ്ഞതാണ്, പക്ഷെ അവൾ ചെയ്തില്ല. അതുകൊണ്ട് 2 വിരട്ടൊക്കെ കൊടുത്ത് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കേൾക്കുന്നത്. അപ്പോൾ പാത്രം കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തേങ്ങ തിരുവണം. അതുമാണ് മീനുട്ടിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മീനുട്ടിക്ക് കൊടുത്തുവിടാൻ ഉദ്ദേശിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത കറിയും, ഫ്രൈ മീൻസ് വരട്ടിയൊരു കറിയും, പിന്നെ അവിയൽ, പിന്നെ അച്ചാർ, അത്രയേ ഉള്ളൂ. പിന്നെ മുട്ട ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു മീനുട്ടി. അപ്പോൾ ഇത്രയും കറികളാണ് അപ്പോൾ നമുക്ക് വെക്കേണ്ടത്. പിന്നെ ചോറ് തലേ ദിവസമേ ഞാൻ പകുതി വേവിച്ചിട്ടേക്കും. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോൾ കുറച്ച് വേവിച്ച് വാർത്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അടുക്കളയിലുള്ള പണികളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരടുപ്പിൽ അവിയലും ഒരടുപ്പിൽ ഉരുളക്കിഴങ്ങ് കറിയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉരുളക്കിഴങ്ങ് കറി മീനുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അമ്മായി പറഞ്ഞതാണ്. അതുവരെ ഞാൻ ഇത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വെച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കാപ്പിക്കും ഇതിനെടുക്കാറുണ്ട്, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് അവിയലാണ്. അവിയൽ കണ്ടിട്ട് അത്ര വലിയ ഗുണമൊന്നുമില്ലെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്? അത്ര ഗുണമൊന്നുമില്ല. എന്തിനായാലും എനിക്ക് ഒരു കൂട്ടുകറി, ഈ ഉരുളക്കിഴങ്ങ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയതുകൊണ്ട്. പിന്നെ അവിയൽ കുഴപ്പമില്ല എന്നേ ഉള്ളൂ, കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും. പിന്നെ നമുക്ക് ദോശ ചുടണം. ദോശയ്ക്കുള്ള മാവ് ഞാൻ തലേ ദിവസമേ ആട്ടി വെച്ചായിരുന്നു. നല്ല സൂപ്പർ ദോശയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. ഇന്നലെ ഞാൻ നല്ലതുപോലെ അരച്ച് വെച്ചതുകൊണ്ട്, ആട്ടി വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അപ്പോൾ ഈ ദോശയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കറി നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ ഞാൻ കല്ലിൽ എണ്ണയൊക്കെ പുരട്ടി ദോശ ചുടുകയാണ്. ദോശ ചുടുമ്പോഴത്തേക്ക് ഞാനങ്ങനെ ഒരുപാട് പരത്തി എടുക്കാറില്ല. എനിക്ക് കട്ടി ദോശയാണ് ഇഷ്ടം. ഈ തട്ട് ദോശയൊക്കെ പോലെ കട്ടി ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ദോശയാണ്. പക്ഷെ ചൂടോടെ കഴിക്കണം കേട്ടോ. ഇനി നമുക്ക് മീനുട്ടിക്ക് ചോറിടാം. ചോറ്, പിന്നെ ഇനി നമ്മുടെ അവിയൽ വയ്ക്കണം. ചോറ് ശകലം മതി, കൊച്ചു പാത്രമാണ് കേട്ടോ ഇത്. പിന്നെ മീനുട്ടിക്ക് അവിയൽ എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ 2-3 പാത്രത്തിലൊന്നും കൊടുക്കില്ല. അവിയൽ വയ്ക്കാം. പിന്നെ നമുക്ക് കൂട്ടുകറി വയ്ക്കാം. അവിയലൊക്കെ അവൾക്ക് ഒരുപാട് വേണമെന്ന് പറഞ്ഞു. അവളെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ കൊടുക്കാനായതുകൊണ്ട് കറികളൊക്കെ ഞാൻ ഒരുപാട് വെച്ച് കൊടുക്കാറുണ്ട്. അവർ ഷെയർ ചെയ്തതൊക്കെയാണ് കഴിക്കുന്നത്. എനിക്കും പണ്ട് ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാൾ ഒരു പുതിയ ഇല കൊണ്ടുവരുമ്പോൾ അതിലാണ് എല്ലാവരും കൂടെ ചോറ് തട്ടി ഒരുമിച്ച് കൈയിട്ട് വാരി കഴിച്ച ഒരു ഓർമ്മ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ
ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് മീനുട്ടിക്ക് പാത്രത്തിലാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഇനി അച്ചാറും കൂടെ വയ്ക്കും. നല്ല വേറെ വലിയ ഒരുപാട് കറികളൊന്നും ഞാൻ വയ്ക്കാറില്ല. പിന്നെ ഇന്ന് മുട്ട വേണ്ടെന്നുള്ളതുകൊണ്ട് മുട്ട പൊരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട പൊരിച്ചതും ചിലപ്പോൾ മീൻ പൊരിച്ചതൊക്കെയാണ് കൊടുക്കുന്നത്. ഒക്കെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതാണ് മീനുട്ടിയുടെ ലഞ്ച് ബോക്സ്. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് ഒതുക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കി. കുറച്ച് പാത്രങ്ങൾ മീനുട്ടിയാണ് കഴുകിയത്, കുറച്ച് പാത്രങ്ങൾ ഞാൻ കഴുകി. അപ്പോൾ എല്ലാം ഒതുക്കി വെച്ച് അങ്ങനെ ഞാൻ അത്യാവശ്യം അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ വൃത്തിയാക്കി അവിടെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി തൂക്കണം. പിന്നെ എന്താണ്, പല്ല് തേക്കണം. പാല് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. പാലിനിയും സമയമാകും. അത് കഴിഞ്ഞിട്ട് പാല് വരും. ചായ ഇടണം. ചായ കുടിക്കില്ല, പാല് കുടിക്കുള്ളൂ. ചായ വൈകിട്ട് നല്ല മൂടാണെങ്കിൽ കുടിക്കും. അല്ലെങ്കിൽ നല്ല മൂടില്ലെങ്കിൽ കുടിക്കില്ല. അതുകൊണ്ട് ചായ നിർബന്ധമില്ല. ഇനി ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്നത്തെ റെസ്റ്റ്. ഇത്ര നല്ല അടുക്കള പണിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ റെസ്റ്റാണ്. ഇന്ന് എനിക്ക് കൊടുക്കാനുള്ള ഒരു ബ്ലൗസ് വെട്ടണം. പിന്നെ ഈ കൊച്ചിനുള്ള ഒരു ഉടുപ്പും തയ്ക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടയിൽ പോയി ഇത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് കട്ടിങ് പണിയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ക്ഷീണം കൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ സാധാരണ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചതുകൊണ്ട് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് അങ്ങനെ കുടിക്കാറില്ല. പിന്നെ ഇന്നൊത്തിരി എന്തോ നല്ല ക്ഷീണമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുടിക്കാമെന്ന്. കപ്പിലേക്കാണ് കുടിക്കണത്. രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ടെങ്കിലും നല്ല മധുരമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചതുകൊണ്ട് 2.5 സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തായാലും എനിക്കിത് കൂടുതലാണ്. നല്ല പുളി. ബാക്കി പിന്നെ കുടിക്കാം. രാവിലെ ചായ കുടിക്കുന്നതിന് പകരം നാരങ്ങ വെള്ളമാണ് ഇന്ന് കുടിച്ചിരിക്കണത്. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആണ്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ജോലി എന്ന് വെച്ചാൽ തട്ടി ഇവിടെ കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി അലമാരയിലോട്ട് ആക്കണം. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാനുള്ള സമയം എനിക്കില്ല. തുണികൾ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഇനി വീട്ടിലെ പണികളൊക്കെ ഇനി വന്നിട്ട് ചെയ്യാം. കാരണം ഇന്ന് കസ്റ്റമർക്ക് ഗുരുവായൂർ പോകാനുള്ള ഒരു കസ്റ്റമർക്ക് ഇന്ന് ഒരുപാട് തുണികൾ കൊടുക്കാറുണ്ട്. അതെല്ലാം കൊടുത്താലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. പിന്നെ നാളത്തെ ഒരു കല്യാണത്തിനുള്ള ബ്ലൗസ് ഉണ്ട്, അതും കൊടുത്താലേ ബാക്കി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം. അല്ലാതെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ വീട്ടിലെ പണികൾ മാത്രം നടക്കുകയുള്ളൂ. നമുക്ക് ഷോപ്പിലെ പണികൾ നടക്കത്തില്ല. ഇനിയുള്ള ആരോഗ്യം വെച്ചുകൊണ്ട് നമുക്കിനി ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവണം. അതിന് മുമ്പ് പല്ല് തേക്കുന്നതിന് മുമ്പാണ് ഞാൻ വെള്ളം കുടിച്ചത്. പക്ഷേ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അത് നാരങ്ങ തന്നെ കുടിക്കണമെന്നില്ല, വെച്ചെള്ളം കുടിച്ചാലും പോയി. നാരങ്ങ കുടിച്ചാൽ ഷുഗർ ഇടാതെ കുടിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, ബ്രഷ് ചെയ്യണം, കുളിക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ 8 മണിയായി. ഒരു 9-10 മണിക്കാണ് ഞാൻ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നേരത്തെ കഴിക്കണം. എനിക്ക് വിശപ്പായി. അപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഷോപ്പിലോട്ട് പോകണം. ഇനി നമുക്ക് ഫിഷ് ഫുഡ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീനുകൾക്ക് കൊടുക്കാം, ഗപ്പിയൊക്കെ കൊടുക്കാം. അയ്യോ, പാലിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പാലും കൂടെ വാങ്ങിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പാല് പൊക്കളയും.
പാല് വാങ്ങിച്ച് ഫിഷ് ഫുഡ് കൊടുത്തിട്ട് തോന്നൂടാ ദൂരം കണ്ടിട്ടുണ്ടോ? എനിക്ക് പുറത്ത് വയ്ക്കരുത് ഇപ്പോൾ ഇവർക്ക് ഞാൻ 1-2 ദിവസം ഇടവിട്ട് ഫുഡ് കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കുന്നത് ഞാൻ 2-3 വാഴ നട്ടായിരുന്നു, അത് കിളുത്താൻ നോക്കാം. അതുകൊണ്ട് ഇതൊരു വാഴ നട്ട്, ഇതൊന്നും കിളിർത്തില്ല, കിളിർക്കുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇതെൻ്റെ ചക്ക, ഇത് ഞാൻ നട്ട ചക്കയാണ്. ചക്കയല്ല, ഞാൻ നട്ട പ്ലാവ്. ഇത് വിളയാറ് ആയാൽ നോക്കിയാൽ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എനിക്ക് വന്ന് ആ മുകളിൽ നിൽക്കുന്നത് വിളഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പം ഇനി ഏതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആ തെങ്ങിൻ്റെ മൂട്ടിലൊരു തേങ്ങ കിടപ്പുണ്ട്, അതെടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ നമുക്ക് ഈ തെങ്ങിൽ നിന്ന് കിട്ടും. തേങ്ങയൊക്കെ അത്യാവശ്യമുണ്ട്. തേങ്ങയുണ്ട്, ചക്കയുണ്ട്, മാവുണ്ട്, കറിവേപ്പിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ തേങ്ങിൻ്റെ മുകളിലും വരും. പിന്നെ ഞാൻ വളർത്തുന്ന അലോവേര ജെല്ലല്ല, അലോവേര ചെടി. ഇത് ഞാനിങ്ങനെ ഇതിനെ നോക്കാറുണ്ട്. എനിക്ക് ഒരുപാട് തൈകളാണ്, ഇതൊക്കെ മാറ്റി നടണം. ഇത് ഞാൻ തലയിൽ മുടി എണ്ണ കാച്ചാനായിട്ടാണ് ഞാൻ ഇത് നട്ട് വളർത്തുന്നത് കേട്ടോ. ആ മതി കയറ് കൂട്ടി കയറ്. കൂട്ടി കയറാൻ പറഞ്ഞ ഫസ്റ്റ് കയറുന്ന ആൾ ചുറ്റുവാണ്. സുന്ദരി, രണ്ടും കൂടെ കറങ്ങാൻ പോവാതെ വാങ്ങിട്ട് വരാൻ. കൂട്ടിക്കയറ്. മതി കൂട്ടിക്കയറ്. സുന്ദരി മോള് വാ കയറ്. കൂട്ടിക്കയറ്. കൂട്ടിക്കയറ്. എന്റെ സുന്ദരി മോൾ ആരാണ്? എന്റെ സുന്ദരി ആരാണ്? എന്റെ സുന്ദരി. മതി, ഇനി സമയമില്ല, എനിക്ക് പോണം. സുന്ദരിയല്ല, ഡോറ മോളെ. അപ്പോൾ ഇനി ഉള്ള ജോലി എന്ന് പറയുന്നത് കുളിക്കുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക,
ഷോപ്പിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അടുത്ത ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര മാത്രം മതി. പിന്നെ ഉള്ളിയും ഉരുളക്കിഴങ്ങ്, വേറെ ഒന്നും വേണ്ട, എണ്ണയും മതി. വേറെ ഒന്നും പച്ചവള പോലും വേണ്ട. തേങ്ങാപ്പാൽ വേണോ? തേങ്ങാപ്പാൽ വേണോ? ഇത് വേണ്ട, തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചാൽ മതി. ആ തേങ്ങ തന്നെ വെച്ച് നമുക്ക് അവിയൽ വെക്കണം, തോരൻ വെക്കണമെങ്കിൽ ചെയ്യാം. ഈ ദോശ ഇങ്ങനെ സോഫ്റ്റ് ആവണമെങ്കിലേ ദോശ ഇങ്ങനെ സോഫ്റ്റ് ആവണമെങ്കിൽ വെള്ളം അധികം ചേർക്കരുത്. ബെസ്റ്റ്. ഏത് ഉരുളക്കിഴങ്ങ് കറിക്കാ? ഞാൻ ഉരുളക്കിഴങ്ങ് ദോശ ഇടാം. അങ്ങനെ ഞാനും സന്ധ്യയും കൂടെ ഷോപ്പിലോട്ട് വന്ന്, സന്ധ്യയാണ് എന്നും ഷോപ്പ് തുറന്ന് വിളക്കൊക്കെ കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം സന്ധ്യ ഇന്ന് ഒരുപാട് ശംഖുപുഷ്പം കൊണ്ടുവന്ന് നമ്മൾ തട്ടത്തിൽ പൂവിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഉരുളിയിൽ എന്നും പൂവിടാറുണ്ട്. അപ്പോൾ തട്ടത്തിൽ ഇട്ടപ്പോഴത്തേക്കും ഒരുപാടായിപ്പോയി. ബാക്കി പൂ നമ്മൾ ഇവിടെ കടയുടെ ഓപ്പോസിറ്റ് ഒരു ഗണപതിയുടെ കാണിക്കയുണ്ട്, അവിടെ നമ്മൾ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മുടെ ജോലി ആരംഭിച്ചു. അങ്ങനെ ഇന്ന് കൊടുക്കാനുള്ള വർക്കാണ് ഞാൻ ചെയ്യുന്നത്. സന്ധ്യയ്ക്ക് കൊടുക്കാനുള്ള വർക്ക് ഞാൻ നേരത്തെ ഏൽപ്പിച്ചായിരുന്നു. അപ്പോൾ അവളെ വർക്കുകൾ കൃത്യമായിട്ട് അവൾ നല്ലതുപോലെ ചെയ്തു തരും. എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ സ്റ്റാഫായിട്ടല്ല ഞാൻ എൻ്റെ സ്റ്റാഫിനെ കണ്ടിരിക്കുന്നത്, ഒരു ഫ്രണ്ടെന്ന രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവൾ എപ്പോഴും എനിക്ക് എല്ലാ രീതിയിലും ഒരു ഹെൽപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കുന്നതൊക്കെ അവളാണ്. പിന്നെ അവളെ ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും. അങ്ങനെ ഇന്ന് ഗുരുവായൂർ കൊടുക്കാനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ കൊടുക്കാനുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് കൊച്ചിനുള്ള ഒരു ഡ്രസ്സ്, ഉടുപ്പ്. അതിൻ്റെ പാവാടയുണ്ട്. ഇത് മദറിനുള്ളതാണ്. അപ്പം മദർ മം കോംബോയാണിത്. അതുപോലെ തന്നെ ഇതൊരു ധാവണി സെറ്റായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്ലീറ്റഡ് സ്കേർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ധാവണിക്കുള്ള ബ്ലൗസാണ്. നമ്മൾ നേരത്തെ കാണിച്ച സ്കേർട്ടിൻ്റെ ബ്ലൗസാണ്. ഇതിനൊരു ധാവണിയുണ്ട്, ദുപ്പട്ട. പിന്നെ ഇനി കുറച്ച് റെഡിമെയ്ഡൊക്കെ ഷേപ്പ് അടിക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളായിരുന്നു. ഇത് ഒരു അക്കോബയുടെ ഒരു ടോപ്പാണ്. ഇതും കസ്റ്റമറിനുള്ളതാണ്. വീക്ക് നെക്കും ഫുൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പനിനീർ റോസിൻ്റെ കളറാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് സ്കൂട്ടി എടുക്കാത്തതുകൊണ്ട് ഞാൻ നടന്നാണ് പോകുന്നത്. അങ്ങനെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ഇന്ന് ഫുൾ വർക്കായതുകൊണ്ട്. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളത്തേക്കുള്ള ഫുഡിനുള്ളതും ഇന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനി നാളെയും ആവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം, ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ റീൽസൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് റീൽസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. അങ്ങനെ ഇനിയും ഓരോരോ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ദിവസം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.